ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കുറച്ച് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പേജ് ബോർഡേഴ്സുമായിട്ടാണ്. അതെ, ഈ ബോർഡർ ഐഡിയാസ് ഒക്കെ സൈഡിലൂടെ നടന്നോട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഖത്തറിൽ നിന്ന് നാട്ടിലോട്ട് വന്നിട്ട് ഏകദേശം 4 മാസം ആവാനായി. ഇനി എന്റെ തിരിച്ചുപോക്കിനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബിസിയാണ്. അത് പിന്നെ ഇപ്പത്തെ വീഡിയോ ഇടുന്ന ഫ്രീക്വൻസി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര ബിസി ആണെന്നുള്ളത്. കുറച്ച് യാത്രകളും തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ 2 ദിവസം മുന്നെയാണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ലാസ്റ്റ് മന്താണ് നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് ഗിവ് അവേ നമ്മൾ അനൗൺസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് മന്ത് 17th ഈ ഗിവ് അവേ വിന്നേഴ്സ് തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. നമ്മൾ മൊത്തം 4 വിന്നേഴ്സിനെ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഈ സെലക്ടഡ് വിന്നേഴ്സിനോടൊക്കെ ഞാൻ ഇൻസ്റ്റ അല്ലെങ്കിൽ ജിമെയിലിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാനും പറഞ്ഞിരുന്നു. എല്ലാ 4 വിന്നേഴ്സും എന്നെ ഇൻസ്റ്റയിലൂടെ കോൺടാക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ എന്റെ ജിമെയിൽ ചെക്ക് ചെയ്തില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഞാൻ എല്ലാവരുടെ കയ്യിൽ നിന്നും അഡ്രസ്സ് കളക്ട് ചെയ്തതിന് ശേഷം ഇവർക്കുള്ള ഗിഫ്റ്റുകളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അയച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവിംഗ് വീഡിയോ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരണം എന്നുള്ളതായിരുന്നു. 4 പേരിൽ 3 പേരും എനിക്ക് റിസീവിംഗ് വീഡിയോ സെൻഡ് ചെയ്തിരുന്നു. ഒരാൾ മാത്രം എന്നെ സ്റ്റോറിയിൽ ടാഗ് ചെയ്തിട്ട് പറഞ്ഞു ചേച്ചിയെ ടാഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ കുറച്ച് തിരക്ക് പിടിച്ച സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്തു. ഞാൻ കരുതി ഞാൻ കുറച്ച് ഫ്രീ ആവുമ്പോൾ 4 പേരുടെയും വീഡിയോസ് കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഫ്രീ ആയപ്പോൾ നമ്മുടെ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ താഴെയുള്ള കമന്റ്സ് ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. അപ്പോഴാണ് നമ്മുടെ ഗിവ് അവേ വിന്നർ ആയിട്ടുള്ള ഷിഫ X51 എന്ന അക്കൗണ്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കമന്റ് ശ്രദ്ധിച്ചത്. അതായത് ഇതുവരെ ആയിട്ടും ആ കുട്ടിക്ക് നമ്മുടെ ഗിവ് അവേ ഗിഫ്റ്റുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത്. ആ കമന്റ് വായിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും എനിക്ക് പറ്റിയിട്ടുള്ള അമളി മനസ്സിലാക്കിയത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു തേപ്പ് കിട്ടി. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഷിഫയാണെന്ന് പറഞ്ഞ് എന്നെ ഒരു കുട്ടി കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ കുട്ടിയുടെ അഡ്രസ്സും മേടിച്ച് ഗിഫ്റ്റും അയച്ചു കൊടുത്തു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ ആക്ച്വൽ വിന്നർ ഇപ്പോഴും എന്റെ ഗിഫ്റ്റിനായിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളത്. ഈ ഒരു ഇൻസിഡന്റ് എന്നെ ശരിക്കും വേദനിപ്പിച്ചു. എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഗിവ് അവേക്ക് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയപ്പോഴത്തേനും എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ളത് എനിക്ക് തന്നെ അറിയുന്നില്ല. നമ്മൾ ഉടനെ തന്നെ മറ്റൊരു ഗിവ് അവേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക കാര്യം എന്താന്ന് വെച്ചാൽ ബി ട്രൂത്ത്ഫുൾ ടു യോർ സെൽഫ്. ഒരാളെ പറ്റിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റൊരാളുടെ സാധനം നമ്മൾ തട്ടിപ്പറിച്ചിട്ട് നമുക്ക് എന്ത് നേടാനാ അല്ലേ? ഞാൻ എന്തായാലും നമ്മുടെ ഷിഫ കുട്ടിക്ക് മറ്റൊരു ഗിഫ്റ്റ് ഉടനെ തന്നെ അയച്ചു കൊടുക്കാം എന്നുള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇതുപോലെ പറ്റിക്കാൻ നടക്കുന്ന കുട്ടികളോട് എനിക്ക് ആകെ പറയാനുള്ളത് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഗിവ് അവേ കൊടുക്കുന്ന ഞങ്ങളെയും അതുപോലെ തന്നെ വിന്നേഴ്സ് ആയിട്ടുള്ള ആ കുട്ടികളെയും ഒരുപോലെയാണ് വിഷമത്തിലാക്കുന്നത്.